വിദ്യാഭവനിൽ നാഷണൽ യൂത്ത് ഡേയുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നാഷണൽ യൂത്ത് ഡേയുടെ ഭാഗമായി പീവമ്പലൂർ ശ്രീ സായി വിദ്യാഭവൻ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ സഹജീവികളോടുള്ള കാരുണ്യവും സാമൂഹിക പ്രതിബദ്ധതയും സ്വയം കർത്തവ്യബോധവും കുട്ടികളിൽ വളർത്താൻ ഉതകുന്നതായി മാറി. National Youth Day observed every year on 3rd January in the honor of the anniversary of Swami Vivekananda, one of India's greatest spiritual leader and missionaries. Swami Vivekananda believed that the youth of nation are its most valuable asset. He once said, "Arise, awake, and stop not until the goal is achieved." This message is not just an inspiration, but a call to action for all of us. നാഷണൽ യൂത്ത് ഡേയുടെ ഭാഗമായി സ്പെഷ്യൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ആധുനിക യുവജനത കടന്നുപോകുന്ന അപകടകരമായ വെല്ലുവിളികളുടെ പരിച്ഛേദം തന്നെ തുറന്നു കാട്ടുകയായിരുന്നു. അഞ്ച്, 6 ക്ലാസുകളിലെ കുട്ടികൾക്കായി ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റിട്ടയർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശാരദ എൻ മേനോൻ നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിൽ കുട്ടികൾ നേരിടുന്ന ശാരീരിക മാനസിക വെല്ലുവിളികളും മൂല്യച്യുതികളും അവയെ എങ്ങനെ ഫലപ്രദമായി കുട്ടികൾക്ക് അതിജീവിക്കാം എന്നീ വിഷയങ്ങൾ വിശദമായി അവതരിപ്പിക്കപ്പെട്ടു. ഞാൻ വാർദ്ധക്യത്തിലേക്ക് കടന്നെങ്കിലും മാനസികമായിട്ട് ഇപ്പോഴും യുവത്വത്തിലേക്ക് തന്നെയാണ്. എൻ്റെ ഡോക്ടേഴ്സ് വരെ എന്നെ കളിയാക്കും, മാം യു റിമെമ്പർ യുവർ ഏജ്. പക്ഷേ നമുക്ക് ചുറ്റുപാടും നല്ലൊരു എനർജറ്റിക് ക്രൗഡ് ഉണ്ടെങ്കിൽ, എനർജറ്റിക് യൂത്ത് ഉണ്ടെങ്കിൽ നാച്ചുറലി നമ്മൾ ഏജ് ഒന്നും ഓർക്കാൻ പോകില്ല. ഇപ്പം എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളെല്ലാം കുറച്ചിപ്പോൾ കൗമാരത്തിലേക്കാണ്. നിങ്ങളുടെ 3rd സ്റ്റേജാണ്. ശൈശവം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, ശൈശവം കഴിഞ്ഞു, കൗമാരത്തിലേക്കാണ്. വിത്തിൻ ഫ്യൂ ഇയേഴ്സ്, 2-3 years യു വിൽ ബി എ യൂത്ത്. ഒരു രാജ്യത്തിൻ്റെ, ഒരു നേഷൻ്റെ നട്ടലിലാണ് യൂത്ത്, അല്ലേ? നിങ്ങൾ എഗ്രി ചെയ്യില്ലേ? എൻ്റെ ഫ്യൂച്ചർ ഓഫ് ദി കൺട്രി, എൻ്റെ ഫ്യൂച്ചർ ഓഫ് ദി നേഷൻ ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ഈ രാജ്യത്തിനെ ഒരു നല്ല രാജ്യമായിട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി
അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ ആ രാജ്യം നന്നാവാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ രാജ്യം മിക്കവരും കഴിവുള്ളവരാണെങ്കിലും കൂടുതൽ യുവത്വത്തിലേക്കും വാർദ്ധക്യത്തിലും പോയ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ കുറ്റങ്ങൾ മനസ്സിലാക്കി അതിനെ അതിൻ്റേതായ നേർവഴിയിൽ കൂടി നടക്കണമെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവർ ആ രാജ്യത്തിന് വേണ്ടിയിട്ട് മനമറിഞ്ഞ് ശരീരം മറന്ന് വർക്ക് ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മാനസികമായി തയ്യാറാവുക. പ്രത്യേകിച്ച് എനിക്കറിയാം ഈ സ്കൂളിൽ സായിബാബയുടെ പേരുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തത്വങ്ങളും മൂല്യങ്ങളും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവേകാനന്ദജിയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു തോൽവി ഉണ്ടാവില്ല. അത് തീർച്ചയാണ്. തുടർന്ന് വിദ്യാർത്ഥികൾ മതിലകം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാനസിക ശാരീരിക വൈകല്യങ്ങളാൽ പുറന്തള്ളപ്പെട്ട അശരണരായ കുഞ്ഞുങ്ങൾക്കായി നടത്തുന്ന ശാലോം സദനത്തിലേക്ക് സമാശ്വാസ സ്പർശനവുമായി ഒരു സന്ദർശനം നടത്തി. യൂത്ത് ഡേയുടെ ഭാഗമായി ശ്രീ സായി വിദ്യാഭവൻ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിലെ 11-1 കോച്ചായ PS മനോജിന്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി ഒരു സ്പെഷ്യൽ സെഷൻ സംഘടിപ്പിച്ചു. ലോക പ്രശസ്ത ക്രിക്കറ്റ് താരമായ ശ്രീശാന്ത് അടക്കമുള്ള അനേകം പ്രതിഭാശാലികളായ ക്രിക്കറ്റ് താരങ്ങളുടെ കോച്ചായി തിളങ്ങിയ PS മനോജിന്റെ ക്ലാസ്സിൽ 100-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചടങ്ങിൽ ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ ബി മേനോൻ, പ്രിൻസിപ്പൽ സിജി സിജേഷ്, വൈസ് പ്രിൻസിപ്പൽ PC മോഹനൻ, അധ്യാപകരായ അനു ഹാബിൻ, ഷഹന ബഷീർ, രേഷ്മ ടോബിൻ, രശ്മി രവീന്ദ്രൻ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി.